ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. നാടൻ ബീഫ് കറി, അതായത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ബീഫ് കറി കണ്ടു കഴിഞ്ഞാൽ കൊതി വന്നിട്ട് രക്ഷയില്ല. ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ വാരി വിതറാനും ഒരു കാരണവശാലും മറക്കല്ല കേട്ടോ. ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി, കണ്ടിട്ട് തന്നെ കൊതി വന്നിട്ട് കിളി പോവും, കിളി വറക്കും ചങ്ങാതി. അപ്പം നമ്മുടെ സ്ഥിരം കലാപരിപാടിയെ ദേ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക. ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ചൂടായി കഴിയുമ്പോൾ ദേ വെളിച്ചെണ്ണ എടുത്തിട്ട് മറിച്ചിട്ട് അവനെ അങ്ങ് ചൂടാക്കുക. വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റായി ദേ ഈ രൂപത്തിലും ഭാവത്തിലും വരുമ്പോഴേക്ക് അതിലെ ഗരം മസാല ദേ പെരിഞ്ചീരകം, ബേലീസ്, പട്ട, ഗ്രാമ്പ് ഈ വക സാധനം എല്ലാം ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക. അതേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യുക. അവൻ ലെവലായി വരുമ്പോഴേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞോ ചെറുതായി അരിഞ്ഞോ എടുത്ത് ദേ ഇതിലിട്ടങ്ങ് വരട്ടിയെടുക്കുക. കണ്ടോ, ഈവൻ ലെവലായി വരുമ്പോൾ വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതോ അത് 2 3 കട്ട് ചെയ്ത സാധനം എടുത്തൊരു മറിച്ചിട്ട് ദേ ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്ത് ചങ്ങാതി. സംഭവം വെളിച്ചെണ്ണയ്ക്കകത്ത് ദേ ഇതുപോലെ റോസ്റ്റായി വരുമ്പോഴേക്ക് ദേ സവോള നീളത്തിലരിഞ്ഞത് അങ്ങ് എടുത്തൊരു മറിക്കുക. നല്ല സ്റ്റൈലായിട്ട് ദേ ഇതുപോലെ വാട്ടിയെടുക്കുക. സവോള നല്ല കട്ടക്കങ്ങ് വാട്ടിക്കും. സംഭവം ഒരു റോസ്റ്റ് രൂപത്തിലും ഭാവത്തിലൊക്കെ വരുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ കളറായി വരുമ്പോഴേക്ക് അതിലേക്ക് ചെറുള്ളി കുറച്ച് ക്ലീൻ ചെയ്തെടുത്ത് അതൊരു മറി, കുറച്ച് പച്ചമുളക് 2 3 കീറിയെടുത്തൊരു മറിക്കുക. എന്നിട്ട് അവനെ മൊത്തത്തിലെടുത്ത് വരട്ടുക. അത് വരേണ്ടത് ഒരു കളറിലും രൂപത്തിലൊക്കെ ആവുന്ന വരെ റെഡിയാക്കി ശേഷം മസാലയെ മഞ്ഞൾപ്പൊടി കുറച്ച്, മല്ലിപ്പൊടി ഒരു ഇച്ചിരി കൂടുതലിടുന്നുണ്ട് കേട്ടോ. ഇത്ര അളവ് മല്ലിപ്പൊടി, ശേഷം മുളക് പൊടി എരിവിന്, ശേഷം ഒരു ലാഡിൽ ഇതുപോലെ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് നല്ലവണ്ണം അങ്ങ് വരട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ്, മസാല കുത്തലും ആ തള്ളലും ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് ഇതിൻ്റെ അകത്തിട്ടൊന്ന് വരട്ടിയെടുക്കുക. ശേഷം നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസ് എടുത്ത് ഇതുപോലെ ഒരു മറി വെക്കുക. എന്നിട്ട് ഉപ്പ് വാരി അങ്ങ് വിതറേൻ്റെ ചങ്ങാതി. എന്നിട്ട് കറിവേപ്പില ഇതുപോലെ സ്റ്റൈലായിട്ട് അങ്ങ് ഇട്ട ശേഷം ഇവനെ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ അങ്ങ് ചങ്ങാതി കണ്ണടച്ചങ്ങ് മിക്സ് ചെയ്തു. ആ സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതിലും കയറി ഇങ്ങ് തകർക്കേണ്ട ചങ്ങാതി. ഒരു രക്ഷയില്ല, കിടക്കാച്ച് വീഡിയോകളാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഒരു രക്ഷയില്ല, വേറെ ലെവലാണ് സംഭവം. അപ്പം അത് കാണാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും റെസിപ്പിക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി നമ്മൾ തകർത്തടിക്കും എൻ്റെ ചങ്ങാതി. ഒന്നും നോക്കണ്ട, കണ്ണടച്ചു. ശേഷം ഇവനൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇവനെ ഇതിലിട്ട് തന്നെ വേവിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം വറ്റിയാൽ പിന്നീട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. കേട്ടോ, ശേഷം ഇവൻ തിളച്ച് നല്ല സ്മെല്ല് വരും കേട്ടോ. ഈ ഞായറാഴ്ചകളിലെ ഞങ്ങളുടെയൊക്കെ നാട്ടിൻ പുറത്ത് ബീഫ് മേടിച്ച് വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ ഉച്ചയാകുമ്പോൾ ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരും. ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി, കിളി പറക്കും. അതുപോലെ സ്മെല്ലാണ് വരുന്നത്. ഇപ്പം അതങ്ങ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അടപ്പ് വെച്ച് ഒരു 3/4 മണിക്കൂർ ഇതിനെ വേവിക്കുക. നല്ല രീതിയിൽ അങ്ങ് വെന്ത് വരുമ്പോഴേക്ക് ഇതങ്ങ് തുറന്ന് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി പറയാതിരിക്കാൻ പറ്റില്ല, എന്നാ സ്മെല്ലാണെന്നറിയോ. ഒരു രക്ഷയില്ല. ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇത് കണ്ടിട്ട് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല ചങ്ങാതി. എന്നിട്ട് ഇതിന് മുകളിലൊക്കെ ഗരം മസാലയും കുറച്ച് പെരിഞ്ചീരക പൗഡറും കൂടെ എടുത്ത് വാരി വിതറിയ ശേഷം കുറച്ച് കുരുമുളക് പൊടിയോ അല്ല കുരുമുളക് ചതച്ചും കൂടെ എടുത്ത് ഇട്ടാൽ എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലിലേക്ക് പോകും കേട്ടോ. ബീഫ് കറി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നാടൻ ബീഫ് കറി. ഒരു രക്ഷയിൽ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഇതിന് മുകളിലേക്ക് അടുത്ത കിടുക്കാച്ചി പരിപാടിയാണ്. വെളിച്ചെണ്ണ ചൂടാക്കുക. ശേഷം തേങ്ങാക്കൊത്ത് ഇതുപോലെ നീളത്തുള്ള ചെറുതായി എരിഞ്ഞ തേങ്ങാക്കൊത്ത് എടുത്ത് ഇതുപോലെ അങ്ങ് വരട്ടിക്കും. അവനെ ഒന്ന് റോസ്റ്റാക്കി ഈ കളറിലും രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് വത്തലമുളക് ഇട്ട് കൊടുക്കുക. വത്തലമുളക് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത ശേഷം ഒരു കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അല്ല സാധാ ചില്ലി പൗഡർ ഇട്ടത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു മണം വരാൻ തുടങ്ങും, ഒരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ സ്മെല്ല് വരുമ്പോഴേക്കും നേരെ ഇവനെ അങ്ങ് പൊക്കിയെടുക്കുക. പൊക്കിയെടുത്ത് നമ്മുടെ ബീഫ് കറിയിലേക്ക് എടുത്തൊരു മറി അങ്ങ് മറിക്കുക. എൻ്റെ ചങ്ങാതി, ആ പോത്തും കറിയിലേക്ക് സാധനങ്ങൾ വീഴുമ്പോഴേക്കേ സംഭവം വേറെ ലെവലിലേക്ക് പോകുന്ന കാണാൻ പറ്റിയ എൻ്റെ ചങ്ങാതി. കൊതി വരുന്നുണ്ട്. നിങ്ങൾക്ക് കൊതി വന്നിട്ടൊരു രക്ഷയില്ലെന്ന് എനിക്കറിയാം, എനിക്കും കൊതി വന്നിട്ടൊരു രക്ഷയില്ല കേട്ടോ. ഇതങ്ങ് തിളച്ച് മറിയുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു വികാരം തന്നെയാണ്. എന്നിട്ട് നല്ല ചൂട് പൊറോട്ടയുടെ മുകളിലേക്ക് ഇവനെ എടുത്ത് ഒരു ഒഴിക്കുക. എന്നിട്ട് ആ ഗ്രേവിയും കൂടെ എടുത്ത് ഒഴിച്ച് കഴിയുമ്പോഴേക്ക് എൻ്റെ ചങ്ങാതി പരലോകം കാണും, നമ്മൾ പരലോകം. എന്നിട്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഏനായാലും ഞാൻ കയറി പിടിക്കാൻ പോകും. ഒരു രക്ഷയില്ല, കൊതി വന്നിട്ട് എനിക്ക് വേറെ രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു ബീഫ് പീസും എടുത്ത് ആ പൊറോട്ടയും കൂടെ എടുത്ത് ചുരുട്ടി കൂട്ടി ഒരു പിടുത്തങ്ങ് പിടിക്കാൻ പോവാം.
എനിക്കിന്ന് കുതിര വന്നിട്ട് രക്ഷയില്ല കേട്ടോ. ഒന്നും നോക്കണ്ട, കണ്ണടിച്ചു നേരെ ബീഫ് മേടിച്ചു. ഈ സംഭവം ഉണ്ടാക്കി നോക്കുക. പൊറോട്ട ഒന്നേ ഉണ്ടാക്കുക, അല്ല കടയിൽ പോയി പൊറോട്ട മേടിക്കുക, അല്ല ചപ്പാത്തി മേടിക്കുക. സംഭവം ഉണ്ടാക്കി തകർത്തങ്ങ് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി. വേറെ ലെവലാട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും